നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന അതിമനോഹരമായ എപ്പിസോഡുകളുടെ അടുത്ത ഭാഗത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് കടന്നിരിക്കുകയാണ്. കോട്ടയത്ത് കടുത്തുരുത്തി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ചത്. അപ്പോൾ ഒരു അരയത്ത് റിസോർട്ട് എന്ന് പറയുന്ന ഒരു വെരി അഫോർഡബിൾ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് നമുക്ക് കിട്ടിയെന്നുള്ള സന്തോഷമുണ്ട്. ഞങ്ങൾ സാധാരണ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ എത്താം എന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില സ്ഥലം കുറച്ച് നീണ്ടു പോകും, ചില സ്ഥലം കുറച്ച് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നല്ലത് കിട്ടും, ചിലപ്പോൾ നല്ലത് കിട്ടാതിരിക്കും. ഏതായാലും ഈ അരയത്ത് റിസോർട്ട് എന്ന് പറയുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ശരിക്കും ഒരു ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന സ്ഥലം തന്നെയാണ്. രാവിലെ കള്ള് ചെത്തുന്ന ആൾക്കാരും കൃഷി ചെയ്യുന്ന ആൾക്കാരും നമുക്ക് ഈ വയലുകളും ചെറിയ കൃഷിസ്ഥലങ്ങളും കുറച്ച് റബ്ബറുകളും ഒക്കെ ഈ കാണാവുന്ന ഒരു അതിമനോഹരമായൊരു സ്ഥലമാണ് ഈ കടുത്തുരുത്തി ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണും, നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ട് കാണാമല്ലോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫാമിലി റൺ റിസോർട്ട് കൂടിയാണ്. കടുത്തുരുത്തിയുടെ രാവിലെ നമുക്കൊരു ഗ്രാമീണ ഭംഗി എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ വരുമ്പോൾ രാവിലെ ഈ തെങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഈ കള്ള് ചെത്തുന്ന പരിപാടിയുണ്ട്. അപ്പോൾ രാവിലെ കള്ള് ചെത്താനുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താ പേരെന്താണ്? പേര് ജയകുമാറാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ജയകുമാറാണ്. എന്നും രാവിലെ എവറി ഡേ വരുമോ ഇവിടെ? എല്ലാ ദിവസവും വരും. 65 ദിവസവും. ഓ, അത് ശരി. അപ്പോൾ നമുക്ക് ഓരോ കുടം കിട്ടുമോ? അല്ല, അങ്ങനെയില്ല. തെങ്ങിൻ്റെ ചൂട് അനുസരിച്ച് കള്ള് കുറയും, അതനുസരിച്ച് കൂടും, അങ്ങനെ നിൽക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതൊന്ന് എടുത്താൽ ഉടനെ കുടിക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഏത് തെങ്ങിലാണ് കയറാൻ പോകുന്നത്? ആ തെങ്ങിലാണ്? ഇതിൽ. ഓക്കെ, എന്നാൽ നമുക്കൊന്ന് കാണാം. ആയിക്കോട്ടെ. ഓക്കെ. കള്ള് ചെത്തുന്നതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. എവറി ഡേ നമ്മൾ ചെയ്യുന്നതാണ് അത്. നമ്മൾ ഈ തെങ്ങിൻ്റെ കൂമ്പുകൾ വരുമല്ലോ, കൂമ്പുകൾ കട്ട് ചെയ്തിട്ട് അതിന്ന് വരുന്ന പ്രോസസ്സിംഗ് ആണ് ഈ കള്ള് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും, വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്നതാണ്.
ഇതാണ് പ്രോസസ്സ് അല്ലേ? മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ. 3 കൊല. 3. അത് എല്ലാ തെങ്ങിലും 3 അങ്ങനെ പറയാൻ പറ്റില്ല. ആ, ചിലതിൽ 1, 2, 3 അങ്ങനെ കാണും. ഓക്കെ. ഒരുപാടൊന്നും കിട്ടത്തില്ല അല്ലേ? ഇപ്പോൾ ചൂടായതുകൊണ്ട് കള്ള് കുറവായിരിക്കും. കുറവായിരിക്കും അല്ലേ? കുറച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം എത്ര തെങ്ങിൽ കയറേണ്ടി വരും? 8 എണ്ണം കയറുന്നുണ്ട്. 8 എണ്ണം. ഓക്കെ. ഇവിടെ 8 എണ്ണം. ഇല്ല, ഇവിടെ 4, അപ്പുറത്ത് വേറെ സ്ഥലത്ത് 4 അങ്ങനെ. ഓക്കെ. ഇത് വൈകുന്നേരത്ത് ഇത് വേറെ കിട്ടുമോ? വൈകുന്നേരം വരെ കിട്ടും. ഇത് രാവിലത്തെ കിട്ടുന്നത്, മറ്റേ വൈകിട്ട്. ഓക്കെ. എല്ലാം കൂടെ വരുമ്പോഴത്തേക്കാണ് ഇത് ഇനി കൊണ്ടുപോയി ഇത് അരിച്ച് എടുത്തിട്ടാണ് കള്ള് ഷാപ്പിൽ നമ്മൾക്ക് കുടിക്കാൻ തരുന്നത് അല്ലേ? ഇതെന്തുകൊണ്ടാണ് ഇത് രാവിലെ എടുത്തിട്ട് നമ്മൾ വൈകുന്നേരം വരെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാവും? കുടിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് പിടിക്കും. അങ്ങനെ കിക്കെന്ന് പറയാൻ പറ്റില്ല. ഓവറായിട്ട് അടിക്കുമ്പോൾ ഏതായാലും പൂസാവുമല്ലോ. അല്ല, ഇത് എടുത്ത ഉടനെ കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. ഏതായാലും ചെയ്യുമ്പോൾ വലിയ സന്തോഷം. ഓക്കെ. ഇതിൻ്റെ പ്രോസസ്സിങ് നിങ്ങൾ ബൈക്കിൽ വരും, ഇതെല്ലാം നിറച്ച് കൊണ്ടുപോകും. അങ്ങനെയാണ് രാവിലെയും വൈകിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കടുത്തുരുത്തി പഞ്ചായത്തിൽ വന്നപ്പോൾ നമുക്ക് ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഈ കള്ള് ചെത്തുന്നതും. ഇതൊരു പ്രോസസ്സാണ്. ഇതിപ്പോൾ ചെറിയ തെങ്ങായതുകൊണ്ട് ഇവർക്ക് കുഴപ്പമില്ല. ചില വലിയ തെങ്ങുകളിലൊക്കെ കയറേണ്ടി വരത്തില്ലേ അല്ലേ? അപ്പോൾ അതിൻ്റേതായ റിസ്ക്കും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഈ മടലിലൂടെ ചവിട്ടിയാണ് ഇവർ ഓരോന്ന് കറങ്ങി വന്നിട്ടാണ് ഓരോ കൂമ്പുകളിൽ നിന്നും ഈ കള്ള് എടുക്കുന്നത്. അത് നല്ലൊരു പ്രോസസ്സാണ്, നല്ലൊരു റിസ്കി പ്രോസസ്സുമാണ്. കുടിക്കുന്നവർ അറിയുന്നില്ലായിരിക്കും. ഏതായാലും ഞങ്ങൾ കടുത്തുരുത്തിയിൽ നിന്ന് എഴുമൻ തുരുത്തിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴി പോകുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ ഏരിയ കൂടെ പോകണമെന്ന് തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ പാടങ്ങളും കൃഷിയിടങ്ങളും ഈ കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങും തോപ്പുകളും എല്ലാം കാണാമല്ലോ. അപ്പോൾ ഇത് ഒരു ചെറിയ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഡ്രൈവാണ്. നമ്മൾ ഏതായാലും എഴുമൻ തുരുത്തിലേക്ക് പോവുകയാണ്. ആ ഏരിയ എത്തിയിട്ടുണ്ട്. നമുക്കിനി 1 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് എഴുമൻ തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താനായിട്ട്. നമ്മൾ ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന് പറയുന്ന ഈ യാത്രാ പരമ്പരയിലൂടെ ഇങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റും മാറി മാറി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ്. ഭൂപ്രകൃതി കൊണ്ടാവാം ഒരുപക്ഷെ ആൾക്കാരുടെ സംസാര രീതി മാറുന്നു, അവരുടെ ആഹാരശൈലികൾ മാറുന്നു, അവരുടെ ഇടപെടലിലുള്ള വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള ഈ ഗ്രാമീണത നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് കഴിയുന്നത് നമുക്കിപ്പോൾ അവിടെ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് കഴിയും. ഇപ്പോൾ ആലപ്പുഴ ആയിരുന്നപ്പോഴത്തേക്ക് നമുക്കെല്ലാം നദികളും സമുദ്രവും എല്ലാമായിട്ടുള്ള ജലത്തിന് ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളായിരുന്നു. നമുക്ക് അവിടെ നിന്ന് അല്പം മാറി കോട്ടയം ജില്ലയിലേക്ക് കടന്നപ്പോൾ ഇതിൻ്റെ ഭൂപ്രകൃതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നു, ആൾക്കാരിലുള്ള വ്യത്യാസം കാണാൻ കഴിയുന്നു. മാത്രമല്ല ഇവിടെ ഏത് സ്ഥലമാണെന്നറിയാം. ഇപ്പോൾ കോട്ടയത്തും തിരക്കുള്ള സ്ഥലം ഉണ്ടാവാം, പക്ഷേ കുറച്ചിങ്ങോട്ട് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രാമങ്ങളുടെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയും. ഒരുപക്ഷെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫ്രീഡം പോലെ, അതായത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യാതെ ജസ്റ്റ് യാത്ര പോവുക, അവിടെ കിട്ടുന്ന സ്ഥലത്ത് താമസിക്കുക, അത് കഴിഞ്ഞിട്ട് കേരളത്തെ മൊത്തം തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ഭൂപ്രകൃതിയിലുള്ള വ്യത്യാസങ്ങളും മൊത്തം നമുക്ക് കാണാം. ഓരോ ഫ്രെയിമും നമുക്ക് മാറുകയാണ്, വ്യത്യാസം വരെയാണ്. അത്രയ്ക്കും സൗന്ദര്യ സങ്കല്പങ്ങളുടെ ഒരു എക്സ്ട്രീമാണ് കേരളത്തിലെ ഓരോ കാഴ്ചകളും.
ഏഴുമാൻ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കടന്ന് കോട്ടയം ജില്ലയിലേക്ക് കയറുന്ന സ്ഥലമാണ്. നമുക്കിവിടെ വന്നപ്പോൾ ആമ്പൽപ്പൂക്കളും താമരപ്പൂക്കളുമാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻ. ഈ ഏരിയയിലെന്ന് ഞങ്ങൾ തൊട്ടടുത്ത് വരെ നടക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ അങ്ങ് എത്താൻ കഴിയുന്നില്ല. ഇവിടെ എല്ലാം ഇവിടം വരെ വരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കളറിലുള്ള പൂക്കൾ രാവിലെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ രാവിലെയാണ് വന്നത്, പക്ഷേ ഇതിനു മുമ്പ് ആൾക്കാർ ഇത് പറിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. രാവിലെ എത്തണം, 8 മണിക്ക് മുമ്പ് ഇവർ ഇതെല്ലാം പറിച്ച് മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ കഴിയും. നമുക്ക് ശബ്ദത്തിൻ്റെ പൊല്യൂഷനൊന്നുമില്ല. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഇതിപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഏഴുമൺ തുരുത്തിൽ വന്നപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്കൂടെ നമ്മൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വയലിൻ്റെ ആ സൈഡിൽ പോകാൻ പറ്റും. മാത്രം ഇത് കുറച്ച് സ്ട്രോങ് ആണ്, തടിയൊന്നുമല്ല, എനിക്ക് ഒന്ന് വാർത്തിട്ടിരിക്കുകയാണ്. ഈ സൈഡിൽ പോയാൽ വയലിൻ്റെ സൈഡാണ്. അപ്പോൾ വയലെല്ലാം ആസ്വദിക്കാനും പണ്ടത്തെ ഗ്രാമീണ ഭംഗി ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥലം ആണ് ഈ ഏഴുമൺ തുരുത്ത്. അപ്പോൾ ഈ ഗ്രാമങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ധാരാളം വയലുകൾ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ കുറഞ്ഞു വന്ന് കെട്ടിടങ്ങളൊക്കെ ആയി മാറി. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നമുക്ക് കാണാം കണ്ണത്താ ദൂരത്ത് വയലാണ് കാണുന്നത്. ഇത് നമുക്ക് എത്ര കാലം ഇത് ഇങ്ങനെ പ്രിസർവ് ചെയ്യാമെന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് നമ്മളുടെ ഗ്രാമീണ ഭംഗികൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെയുള്ള ലക്ഷ്യം തന്നെ. നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണിക്കുന്നു, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ കാണിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ ഗ്രാമങ്ങളും കാണിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത. കേരളത്തിലെ അതിപുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ വൈക്കം മഹാദേവൻ ക്ഷേത്രം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ത്രേതായുഗത്തിൽ നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും വിശ്വസിച്ചു വരുന്നു. ഈ ഇടത്തിന് ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. വൈക്കം സത്യാഗ്രഹം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം? അന്ന് ജാതി മേൽക്കോൽമയുടെ എക്സ്ട്രീം ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ആ സമയത്ത് താഴ്ന്ന ജാതിക്കാർക്ക് ഈ റോഡിലൂടെ നടക്കാനുള്ള അവസരം നിഷേധിച്ചിരുന്നു. ഈ അമ്പലത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെയുള്ള. അതാണ് 1924 തുടങ്ങിയ ആ വൈക്കം സത്യാഗ്രഹം 603 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരുന്നു. ഈവൻ മഹാത്മാഗാന്ധിജി വരെ, ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധിജി തുടങ്ങി എല്ലാ മഹാന്മാരും
ഇവിടെ എത്തി ആ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ടും അവസാനം അതിൻ്റെ വിധി വന്നത് എന്താണ്? കിഴക്കേ നട ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാം ഈ താഴ്ന്ന ജാതിക്കാർക്ക് എന്നായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് അത്രയും ഒരു ചരിത്ര പ്രാധാന്യമുള്ള വ്യത്യാസം ഉണ്ടാക്കിയ ഒരു ഇടം കൂടിയാണ് ഈ വൈക്കം മഹാദേവർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ജാതി വ്യവസ്ഥയ്ക്ക് എതിരെയുള്ള ഒരു സമരമായി മാറി ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് ആ കാലത്തുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ലോകം എത്രയോ പുരോഗമിച്ചു. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചരിത്രമായിട്ടേ പറയാൻ കഴിയുന്നുള്ളൂ. അങ്ങനത്തെ ഉള്ള യാതൊരുവിധ തൊട്ടുകൂടായ്മയും നമുക്ക് ഈ പരിസരത്ത് കാണാൻ കഴിയുന്നില്ല. ഏതിരുന്നാലും നമുക്ക് കോട്ടയം ജില്ലയിൽ വരുമ്പോൾ വൈക്കം ഈ മഹാദേവർ ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. കാരണം ആ കാലഘട്ടത്തിൽ ത്രേതായുഗത്തിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ത്തിൻ്റെ പണികളും അതിൻ്റെ വ്യവസ്ഥിതികളും അതിൻ്റെ അമ്പലത്തിലെ ഡേറ്റിയും എല്ലാം നമുക്കൊന്ന് അനുഭവിച്ച് അറിയേണ്ട സ്ഥലം തന്നെയാണ് ഈ വൈക്കം മഹാദേവർ ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നു, നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നു, അതോടൊപ്പം ചരിത്ര പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു എക്സിബിഷൻ സെൻറ്ററുണ്ട്. അന്ന് വൈക്കം സത്യാഗ്രഹം നടന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൾക്കാരെ മനസ്സിലാക്കാൻ രീതിയിലുള്ള ഒരു എക്സിബിഷൻ സെൻറ്ററും ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ അവിടെയും സന്ദർശിച്ചിട്ട് അന്ന് ഉണ്ടായിരുന്ന അട്രോസിറ്റിയെക്കുറിച്ചിട്ടും ജാതി മത വിദ്വേഷങ്ങളെക്കുറിച്ചിട്ടും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും. മാത്രവുമല്ല 603 ദിവസത്തെ സമരത്തിന് ശേഷം ഉണ്ടായ ഒരു വ്യത്യാസവും അവിടെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രശസ്ത വ്യക്തികളുടെ ഡീറ്റെയിൽസും അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സ്മാരകത്തിലേക്കാണ്. അവിടെ പോയി അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയത്തിലാണ്. മഹാത്മാഗാന്ധി വന്ന് ഇറങ്ങിയ ബോട്ട് ജെട്ടിയാണ് ഈ സൈഡിൽ കാണുന്നത്. ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ പോരാടിയ സ്ഥലമാണ്. മഹാത്മാഗാന്ധിയോടൊപ്പം ആ സമയത്ത് ശ്രീനാരായണ ഗുരുവും ഈ റോഡിലൂടെ നടക്കാൻ ശ്രമിച്ചു. ശ്രീനാരായണ ഗുരുവിനെയും തടഞ്ഞു. അങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുകയും ഒടുവിലൊരു തീരുമാനം വരികയും ചെയ്തു എന്ന് പറയുന്നത്. കാരണം ഒരു അമ്പലത്തിനകത്ത് അന്ന് ക്ഷേത്രപ്രവേശനം താഴ്ന്ന ജാതിക്കാർക്കില്ലായിരുന്നു. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൂടെ നടന്നുകൂടാന്നുള്ളത് കുറച്ച് എക്സ്ട്രീമല്ലേ, ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ നടന്ന് വിൻ ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഈ വൈക്കം സത്യാഗ്രഹ സ്മാരകം. ഈ വൈക്കം സത്യാഗ്രഹ ഗാന്ധി മ്യൂസിയം 2020 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടക്കം മുതൽ 603 ദിവസം നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെയും അതിൽ പങ്കെടുത്ത് അതിനെ വിജയിപ്പിച്ച ആൾക്കാരുടെയും മൊത്തം വിവരങ്ങളും ഇതിനകത്തുണ്ട്. AC റൂമാണ്. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ ഏതായാലും ഇതിനകത്തോട്ട് കയറുന്നില്ല. കാരണം കയറിയാൽ ഒരു ദിവസം ഇതിനകത്ത് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും വൈക്കത്ത് വരുമ്പോൾ വൈക്കം അമ്പലവും ആ അമ്പലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വൈക്കം സത്യാഗ്രഹവും ത്തെക്കുറിച്ചുള്ള വിവരങ്ങളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊരു ചരിത്രമാണ്.
വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ മഹാത്മാജി വന്നിറങ്ങിയ ബോട്ട് ജെട്ടിയാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷേ ഇവിടെ അന്ന് നടന്ന ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ തന്നെ പല ഏരിയയിൽ നിന്നും വന്ന മഹാത്മാക്കൾ പങ്കെടുത്തത് കൊണ്ടാവണം ഒരുപക്ഷേ അത് വൈക്കം സത്യാഗ്രഹം വിജയം കണ്ടതും ഇത്രയധികം ചരിത്ര പ്രാധാന്യം ഉള്ളതായി മാറിയതും എന്നും പറയേണ്ടിയിരിക്കും. ഞങ്ങൾ ഏതായാലും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനുള്ള സമയമായി. കുമരകം നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് കിളിക്കൂട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറയുന്നത്, നല്ല ഫുഡാണെന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് ഹെഡ് ചെയ്യാം. കിളിക്കൂടിൽ പോയിട്ട് ആഹാരം കഴിച്ചിട്ട് കോട്ടയത്തേക്ക് പോവാം. നമ്മളിവിടെ കിളിക്കൂടിൽ വന്നപ്പോഴത്തേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ ഹട്ടുകളുണ്ട്, AC റൂംസ് ഉണ്ട്, അകത്തോട്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വെളിയിൽ കാണുന്നതൊക്കെയല്ല, ഇരിക്കാനുള്ള സൗകര്യം നന്നായിട്ടുണ്ട്. നമസ്കാരം. ഇതിനെക്കുറിച്ച് ഞാൻ നല്ലോണം കേട്ടിട്ടുണ്ട്. കിളിക്കൂട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്ന ഓ അവിടെയാണ്. ഓക്കെ, മെയിൻ റോഡ് ഇത് തന്നെയല്ലേ, അപ്പോൾ ഏതായാലും മിസ്സാവത്തില്ല കിളിക്കൂടെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വേറെ ആഹാരങ്ങളാണ് കഴിക്കുന്നത്. ഇത് വെറൈറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഊണുണ്ടോ? മീൽസ് ഉണ്ട്. ഫിഷ് കറി മീൽസ് എടുക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ ഈ കരിമീൻ പൊള്ളിച്ചതാണല്ലോ ഒരു പ്രത്യേകത. നാടൻ കരിമീൻ പൊള്ളിച്ചത് കാര്യം ഈ ഏരിയയിൽ അതാണല്ലോ ശരിക്കും. അതെ ഇലയിൽ പൊളിഞ്ഞത്. അതെ, കുടിക്കാൻ ചൂടുവെള്ളവും വേണം. ഇവിടെ കള്ളും കിട്ടുന്ന സ്ഥലമാണ് അല്ലേ? ഓ ഓക്കെ. ഓ ഇവിടെ ചെത്തുകാരുണ്ടോ? ഉള്ള ചെത്തി കൊണ്ടുവരുന്നതായിരിക്കും. മധുരം ഏതായാലും ഒരു മധുരക്കള്ള് നോക്കാം, ടേസ്റ്റ് ചെയ്യാം. ആവട്ടെ. ഇത് ഫിഷ് കറി മീലാണ്. ഫിഷ് കറിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ചോറുണ്ട്, തോരനൊക്കെ ഉണ്ട്, കരിമീൻ പൊള്ളിച്ചതുമുണ്ട്. കുമരകത്ത് വരുമ്പോൾ ഇതാണ് അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, കരിമീൻ പൊള്ളിച്ചത്. വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിച്ച അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. പിന്നെ പല ഐറ്റംസും കിട്ടും നമുക്കിവിടെ. ഇതിൻ്റെ കൂടെ സാമ്പാർ, പരിപ്പൊക്കെ ഇരിപ്പുണ്ട്. ഇത് വെച്ച് നമുക്ക് കഴിച്ച് തുടങ്ങാം. ഇതൊക്കെ പുതിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കൊള്ളാം. സാമ്പാർ, പപ്പടം, ഫിഷ് കറി. കുമരകത്തെ ഉച്ചയ്ക്കുള്ള ഫുഡാണ്. കഴിച്ചിട്ട് കാര്യങ്ങൾ പറയാം. നല്ല വിശന്ന് വന്നതാണ്, അതുകൊണ്ട് ഫുഡ് ഏതായാലും ഗംഭീരമായിരുന്നു. പിന്നെ ഈ ഏരിയയിൽ വരുമ്പോൾ നമുക്ക് ഈ കരിമീൻ ഡെഫിനറ്റായിട്ട് കഴിക്കേണ്ടതാണ്. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്നാലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരു ഫുഡാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചത്. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് നേരെ കോട്ടയത്തേക്ക് ഇവിടെയാണ്. ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.